ഭൂമദേവി എന്ന നിഷ്കളങ്കയായ വിദ്യാർത്ഥിനി ഹൈദരാബാദിലെ ഒരു കോളേജിൽ പഠിക്കാനെത്തുന്നു. അവിടെ വെച്ച് അവൾ നല്ല സൗന്ദര്യമുള്ള വിക്രം എന്ന വിദ്യാർത്ഥിയെ കണ്ടുമുട്ടുന്നു. അവരുടെ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. തുടക്കത്തിൽ അവരുടെ ബന്ധം വളരെ മനോഹരമായിരുന്നു. എന്നാൽ കുറച്ചുനാളുകൾക്ക് ശേഷം വിക്രം തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ തുടങ്ങി. അവൻ ഭൂമയോട് അസൂയയും അമിതമായ ഉടമസ്ഥതയും പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഇത് പതിയെ നിയന്ത്രണത്തിലേക്ക് വഴിമാറി. ഭൂമയുടെ കാര്യങ്ങളെല്ലാം വിക്രം തനിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. വിക്രമിന്റെ ഈ സ്വഭാവം കാരണം ഭൂമയ്ക്ക് സന്തോഷം നഷ്ടപ്പെടുന്നു. അവൾ വൈകാരികമായി വിക്രമിനെ ആശ്രയിച്ചു തുടങ്ങുകയും ബന്ധത്തിൽ താൻ കുടുങ്ങിപ്പോയതായി അവൾക്ക് തോന്നുകയും ചെയ്തു. അവൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുത്തുൾപ്പെടെ അവൾ അവനുവേണ്ടി ഉപേക്ഷിച്ചു. വിക്രമിന്റെ അമിതമായ നിയന്ത്രണവും വൈകാരിക ചൂഷണവും സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ ഭൂമ തന്റെ ബ്രേക്കിംഗ് പോയിന്റിലെത്തുന്നു. അവൾ ഒടുവിൽ ധൈര്യം സംഭരിച്ച് വിക്രമിന്റെ സ്വഭാവത്തിൽ നിന്നും പുറത്തുവരാൻ തീരുമാനിക്കുന്നു. വിക്രമിനോട് ബ്രേക്കപ്പ് പറയുന്നു. ഭൂമ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കോളേജിലെ എല്ലാവരുടെയും മുമ്പിൽ വിക്രം അവളെ ഒരു വൃത്തികെട്ട പെൺകുട്ടിയായി ചിത്രീകരിച്ചു. എല്ലാവരും അവളെ തന്നെ നോക്കി. അതിന്റെ ദേഷ്യത്തിൽ ഭൂമ വിക്രമിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടിക്കുന്നു. ഒടുവിൽ ബന്ധത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് ഭൂമ മുന്നോട്ടു പോകുന്നു. അവൾ തന്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വർഷങ്ങളായി നിശബ്ദമായിരുന്ന തന്റെ എഴുത്തുകാരിയെ വീണ്ടും ഉണർത്തുകയും എഴുതാൻ തുടങ്ങുകയും ചെയ്യുന്നതായി കാണിക്കുന്നു.